മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്നിവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് കാഞ്ഞൂർ മണ്ഡലം 14-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടക്കുകയാണ്. ഗാന്ധിജി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100-ാം വാർഷികമാണ് ഇവിടെ ഇന്ന് നാം ആഘോഷിക്കുന്നത്. ഇത് എല്ലാ വാർഡ് തലങ്ങളിലും ആഘോഷിക്കുവാൻ KPCCയുടെ നിർദ്ദേശമനുസരിച്ച് നാമും ഇവിടെ ആഘോഷം നടത്തുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തരുവാൻ പരിശ്രമിച്ച എല്ലാ വ്യക്തികളെയും ഇന്നത്തെ സംഘപരിവാർ സർക്കാരുകൾ മറക്കുന്ന ഒരു ശൈലിയാണ് നാം കണ്ടുവരുന്നത്. ഈ സംഘപരിവാർ ശക്തികൾ ഈ ആഗസ്റ്റ് 15 തന്നെ ഇറക്കിയ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു പോസ്റ്റ് പോലും നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ ഒഴിവാക്കി സർവത്രിനെയാണ് ഉൾപ്പെടുത്തി ഒരു സ്വാതന്ത്ര്യ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. ശക്തികൾ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുകൾക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന സമര പോരാട്ടങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ സമരങ്ങൾക്ക് നമുക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കണമെന്നും ഈ സമര പോരാട്ടങ്ങളിൽ നമ്മളും പങ്കാളികളായി ആകണമെന്നും ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വാർഡ് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പലവിധ കാരണങ്ങളാൽ നമുക്ക് ഈ നഷ്ടപ്പെട്ടാണ് ഇവിടെ നിലവിലുള്ളത്. അത് ആര് സ്ഥാനാർത്ഥിയായാലും അവരുടെ കൂടെ ഉറച്ച് നമുക്ക് എല്ലാ ഘടകങ്ങളും അവരുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് സർവ്വ പിന്തുണയും കൊടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ വാർഡിന്റെ പ്രിയ പ്രസിഡന്റ് ശ്രീ ജോഷി കോലഞ്ചേരിയാണ്. അദ്ദേഹത്തെ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ കെ കൃഷ്ണകുമാർ സാർ ഇവിടെ ഉടനെ തന്നെ എത്തും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജോഷി കോലഞ്ചേരി, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ലിജോ പി ആൻഡ്രു, പ്രിയങ്കരനായ DCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ബഹുമാനായ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KV പോളച്ചൻ, കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ തോമസ് കോയിക്കര, ബ്ലോക്ക് ഭാരവാഹികളായ ശ്രീ വൈസ് പ്രസിഡന്റ് KC മാർട്ടിൻ, ശ്രീ ലോനപ്പൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ ശ്രീ ലിജോ, പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രിയ രഘു, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അബിൻ അടക്കമുള്ള മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലിജോ ഈ പരിപാടി വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കറക്റ്റ് 5:30 തന്നെ തുടങ്ങും. അതുകൊണ്ട് ഞാൻ തുടങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ചിക്കനും അപ്പമാണ്, അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ലിജോ പറഞ്ഞത് ഞങ്ങൾ വലുത് ചെറുതായിട്ട് ഇതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്താ ഞാനത് പാക്കറ്റിൽ സാധാരണ ചിലർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് സമൂസയും ലഡുവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ അല്ല ഞങ്ങൾ ചിക്കനും അപ്പം അത് വലിയ സംഭവമല്ലേ. ഇപ്പൊ ചിക്കനപ്പം ഒരു കുടുംബസംഗമത്തിൽ കൊടുക്കാൻ നിസ്സാരമായിട്ട് കണ്ട. അപ്പൊ ലിജോയുടെ മനസ്സിൽ ഇതിനും വലുതുണ്ടായത്, പക്ഷെ അദ്ദേഹത്തിനൊക്കെ പറ്റുള്ളൂ. കുഴപ്പമില്ല, നല്ല കാര്യം. കാരണം വാർഡ് ബസിനെയും ലിജോയെയും ഇവിടുത്തെ നേതാക്കന്മാരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു കുടുംബ പങ്കാളിത്തോടുള്ള ഒരു കുടുംബ സംഗമം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ വാർഡ് നമുക്കറിയാം, ജോസേട്ടൻ മെമ്പറായിരുന്നു, അതിനു മുമ്പ് നിശ്ചയിച്ച് മെമ്പറായിരുന്നു. നമ്മുടെ ഈ വാർഡ് നമ്മുടെ വാർഡ് എങ്ങനെയോ കഴിഞ്ഞ തവണ കൈമോശം വന്നു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യം, അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടും കാര്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ലിജോ പറഞ്ഞത് അടുത്ത തവണ ഈ വാർഡ് പിടിക്കണം. ഈ വാർഡ് നിങ്ങളെല്ലാവരും ഒരുമിച്ചെന്ന് വിചാരിച്ചാൽ എപ്പോൾ ജയിച്ചെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. നമ്മുടെ ഇവിടുത്തെ വിജയക്കാരെല്ലാവരുടെയും
ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വോട്ട് ചെയ്താൽ 10-25 വോട്ട് ചെയ്യിക്കാൻ പറ്റും അല്ലേ? ഇത്തവണ എത്ര വോട്ട് ചേർത്തിച്ചു? 60 വോട്ട് ചെയ്യിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ 300ലേക്ക് വരും. 300 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ വാർഡിൽ കിട്ടും. കാരണം അങ്ങനെ ജയിക്കാൻ പറ്റിയ വാർഡല്ലേ തൊട്ട് അയൽവാസിക്ക് അല്ലേ രാമചേട്ടാ? അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ വാർഡാണ്. പുതിയ മണ്ഡലം പ്രസിഡന്റ് ചാർജ് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലിജോ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വാർഡുകളിലേക്ക് ഓടി നടന്ന് നമ്മുടെ പോർട്ടിയെ കൂടുതൽ സജ്ജമാക്കിയിട്ട് ഇതിനു മുമ്പ് മണ്ഡലം പ്രസിഡന്റുമാരും അങ്ങനെ നടന്നു. ഇതിനു മുമ്പ് മണ്ഡലം പ്രസിഡന്റുമായ ഡേവിസേട്ടൻ മാറിയായിരുന്നു. അതിനുമുമ്പ് പിന്നെ അതിന് പൗലോസേട്ടൻ ഞാൻ കൃഷ്ണമാർ ചേട്ടൻ അതിന് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കുറെ വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമുക്ക് നല്ല ഭൂരിപക്ഷത്തിനാണ് വ്യത്യാസം, വ്യക്തമായ ഭൂരിപക്ഷ വ്യത്യാസം. കയ്യാലപ്പുറത്ത് തേങ്ങാൻ പാടില്ല. നമുക്ക് നല്ല ഭൂരിപക്ഷം ജയിക്കാൻ പറ്റിയ വാർഡാണ് പഞ്ചായത്താണ്. കോൺഗ്രസിന് UDFന് വളക്കൂറുള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ഗ്രേസിദാനന്ദാനത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. ഇപ്പൊ പ്രിയാരോഗ്യ പഞ്ചായത്ത് പ്രസിഡന്റായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് എടുത്ത് കാണിക്കാൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. കഴിഞ്ഞ ഇതിനു മുമ്പ് പ്രസിഡന്റും അവർക്ക് ഉണ്ടായി നല്ലോണം കൊണ്ടുവരുന്ന നമുക്ക് വീണ്ടും ഭരണം കിട്ടിയത് ലോകപഞ്ചായത്തായിരുന്നു. ആളുകളിലും നല്ലോണം വോട്ടൊക്കെ ചേർന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യം ഇവിടെ ഏകദേശം ലിജോ സൂചിപ്പിച്ചു. ഈ കുടുംബ സംഗമത്തിന്റെ പേര് മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ്. എന്താണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം? മഹാത്മാഗാന്ധി AICCയുടെ പ്രസിഡന്റ് ആയിട്ട് 100 വർഷം തികഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? ഇല്ല. കറക്റ്റാണ് പറഞ്ഞത് ചേച്ചിയല്ലേ? കറക്റ്റാ. ഇത് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടിയത്. AICCയുടെ പ്രസിഡന്റ് ആയ മഹാത്മാഗാന്ധി 100 വർഷം തികയുന്നു. അപ്പൊ പഴയ തലമുറയെ ഗാന്ധിജിയെ കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താം, പുതിയ തലമുറയെ ഗാന്ധിയെ കുറിച്ച് അവരെ കൂടുതൽ അറിയിക്കുക. ആ ഒരു ലക്ഷ്യമാണ് ഈ കുടുംബസംഘം. ഇന്ന് കേരളത്തിലെമ്പാടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കുറെ നാളെ തുടങ്ങിയിട്ട് ഇടയ്ക്ക് ഒരേ ചില സാഹചര്യം വരുമ്പോൾ നീണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബസംഗമം മഹാത്മാഗാന്ധി കുടുംബസംഘം മഹാത്മാഗാന്ധിയെ തിരസ്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. മഹാത്മാഗാന്ധി നമുക്കവിടെ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിന് ശക്തമായ നേതൃത്വം നൽകിയ നേതാവായിരുന്നു. അഹിംസാ സിദ്ധാന്തത്തിലൂടെയാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. മഹാത്മാഗാന്ധി വന്ന ചരിത്രം, ഗാന്ധിജി നമുക്കറിയാം നമ്മുടെ ഒരു വികാരമാണ്, നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്, നമ്മുടെ ഒരു വഴികാട്ടിയാണ് ഗാന്ധിജി. ഗാന്ധിജിയെ ഈ RSS സംഘപരിവാർ ശക്തികൾ അങ്ങോട്ട് തിരസ്കരിക്കുമ്പോൾ ഇന്ത്യൻ ജനമനസ്സിൽ നിന്ന് ഗാന്ധിജിയെ കളയാൻ സാധിക്കുമോ? ഇല്ല. ഗാന്ധിജി എന്ന് വെച്ചാൽ ഗാന്ധിയൻ മൂല്യങ്ങൾ പത്തരമാറ്റാണ്, ഗാന്ധിയൻ ആശയങ്ങൾ പത്തരമാറ്റാണ്. ഈ പത്തരമാറ്റം എന്ന് വെച്ചാൽ എന്താ? പത്തരമാറ്റം തിളക്കം അല്ലെ? സ്വർണത്തിന്റെ ആ ഇത് വിശുദ്ധി പിന്നെ ഓരോ ദിവസം കൂടി കൂടി വരുള്ളൂ. തിളക്കം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിയൻ മൂല്യങ്ങളും ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധിയൻ സിദ്ധാന്തങ്ങളും എല്ലാം ഓരോ വർഷം ചെല്ലും അതിന്റെ പകിട്ട് കൂടുന്നതല്ലാതെ അതിന്റെ മൂല്യം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ ഗാന്ധിജിയാണ് ഈ സംഘപരിവാർ നരേന്ദ്രമോദി ശക്തികൾ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് സുരേഷ് ഗോപി ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാദം പറഞ്ഞു. ഇപ്പൊ കന്യാസ്ത്രീയമ്മമാരെ പിടിച്ചപ്പോ കാണാനില്ല, ഒരു സ്ഥലത്തുമില്ല. പുള്ളി മിണ്ടുന്നില്ല, പുള്ളിക്ക് കോപം പൊട്ടിത്തെറിക്കണ്. മറ്റേ ജഗതി പറഞ്ഞ കൊണ്ട് മറ്റേ വേറെ ഭാവത്തിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി. അപ്പൊ അദ്ദേഹം ഉള്ള പെട്രോളിയം വകുപ്പില് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇറങ്ങിയ ഇതിനകത്ത് മഹാത്മാ
അതിൻ്റെ നടപടികൾ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇവിടെ കുടുംബ സംഗമത്തിലെത്തിയ എല്ലാ വാർഡിലെ അംഗങ്ങളെയും ഞാൻ വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ജോഷി ചേട്ടൻ, പ്രിയപ്പെട്ട ലിജോ ചേട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഏറെ പ്രിയപ്പെട്ട കോൺഗ്രസ് കുടുംബാംഗങ്ങളെ, ആദ്യമായി തന്നെ ലിജോ ചേട്ടൻ 14-ാം വാർഡിലെ കുടുംബ സംഗമം ഒരു ചെറിയ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ കുടുംബ സംഗമമല്ല, MLA സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ കുടുംബ സംഗമം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ വെടിക്കെട്ടോട് കൂടി തന്നെയാണ്, ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നമ്മളിവിടെ നടത്തിയത്. ഇനി ശരിക്കുമുള്ള ഒരു വെടിക്കെട്ട് നമുക്ക് നടത്തേണ്ടത് ഈ വാർഡ് നമുക്ക് തിരിച്ചു പിടിക്കണം. 3 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡും ഈ പഞ്ചായത്ത് ഭരണവും നമുക്ക് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വലിയൊരു വെടിക്കെട്ട് നമുക്ക് നടത്തണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ ഈ കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ച വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പങ്കെടുക്കുന്ന ഇവിടെ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിമാര് കാർഷിക രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തി ഉപകാരങ്ങൾ മുതിർന്ന കർഷകർ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ച മുതിർന്ന കോൺഗ്രസ് സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇന്നിവിടെ വളരെ വിശദമായി സംഘടിപ്പിക്കാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് MLAയും അതിനുശേഷം സംസാരിച്ച പ്രാസംഗികർ പറഞ്ഞു. ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോഷി, മുഖ്യപ്രഭാഷണം നടത്തിയ ലിൻഡോ, കാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചാർജുള്ള ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, വേദിയിലിരിക്കുന്ന ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ വാർഡംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിപ്പോൾ ഇവിടെ
ഈ വാർഡിൻ്റെ 12-ാം തീയതി വരെ നടന്ന ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ ലിജോയും ജോഷി ചേട്ടനും കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞിട്ട് മിനി വർഗീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഭരണസമിതിയിൽ കയറിയ സമയം 342 വോട്ടിനാണ് ഈ വാർഡ് ലീഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവർക്കും ഈ വാർഡ് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി ഈ വാർഡിൽ തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇവരുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനം. അതിന് നിങ്ങളും ഒപ്പം കൂടെ നിന്ന് നമ്മുടെ ജനപ്രതിനിധി തന്നെ ഇവിടെ ഈ വാർഡിൽ ജയിക്കട്ടെ എന്നുള്ള ആഗ്രഹം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളതും പിന്നെ മുതിർന്ന നേതാക്കന്മാരെ ആദരിക്കാൻ കഴിഞ്ഞ ഈ അവസരം ഞാൻ വളരെയധികം നന്ദിയോടുകൂടി പറയുകയും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപനം ഇനി 1-2 ആശംസാ പ്രസംഗവും നന്ദിയും കൂടി അവസാനിക്കുകയാണ്. വൈകിയ വേളയിൽ ഞാനൊരു സുദീർഘമായ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം. 1885 ഡിസംബർ മാസം 28-ാം തീയതി രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 139 വയസ്സ് കഴിഞ്ഞു. ഈ ഡിസംബർ 28-ാം തീയതി 140 വയസ്സാവും. ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. ഇവിടെ ബെളഗാവി എന്നാണ് പറയുന്നത്. ബെൽഗാം എന്ന് പറഞ്ഞ കർണാടകത്തില് വെച്ച് AICCയുടെ 39-ാം സെഷനിൽ വെച്ചാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മഹാത്മജി ഒരു പ്രാവശ്യം മാത്രമേ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൂ. ഈ സംഗമത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സംഗമത്തെ കുറിച്ചും അതിന്റെ ഉദ്ദേശശുദ്ധികളെ കുറിച്ചൊക്കെ അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ളവരെ എല്ലാവരും പറഞ്ഞു തരും. നമ്മളാകെ ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് തന്നെ ആ പേരിൽ തന്നെ മഹാത്മാഗാന്ധി സംഗമമാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ആരായിരുന്നുവെന്നും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാവരും വിശദീകരിച്ച് നമ്മൾ എഴുതി വായിച്ചും പഠിപ്പിച്ചും ഒക്കെ ധാരാളം അറിഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി വന്ന് 100 വർഷം പിന്നിട്ട ആ നാളുകളാണ് നമ്മൾ ആ ഓർമ്മയ്ക്കായി ആചരിക്കുക. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു ഘടനയുണ്ട്. ദേശീയ പ്രസിഡന്റ് ഇന്ന് മല്ലികാർജുൻ ഖാർഗെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ സണ്ണി ജോസഫാണ്. വീണ്ടും താഴേക്ക് ജില്ലാ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും സമ്മാനം കഴിക്കാനായി വരേണ്ടതാണ്. നന്ദി പറയുക. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ജോഷി കോളേജിൽ വാർഡ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വാർഡിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത നമ്മുടെ MLA ഈ അംഗസ്ഥാനത്ത് നമ്മൾ എപ്പോൾ നിൽക്കാനും നമ്മുടെ ഒപ്പം നിൽക്കുകയും നമ്മളോട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ അംഗസ്ഥാനത്ത് MLAക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കൊരു നല്ല പ്രഭാഷണം നൽകിയ KV പോളച്ചൻ നമ്മൾ ക്ഷണിച്ചിവിടെ എത്തുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്ത KV പോളച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പ്രസിഡന്റ് പ്രിയ രഘു പാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ക്ഷണിച്ചിവിടെ എത്തുകയും നമ്മുടെ
അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് നെടുമ്പാശ്ശേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി തോമസ് കോയിക്കര. ഇവിടെ നമുക്ക് ഞാൻ നേതൃത്വം ചെയ്യുന്ന തോമസ് കോയിക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത Thank you.